പറയാൻ മജീദാണ് ഇന്ന് പണിയാർ വീട്ടിലെത്തിക്കണ്. അപ്പോൾ ഈ വണ്ടിനെ പറ്റി ഒരു കഥ തന്നെ പറയാനുണ്ട്. ഇതുകൊണ്ടല്ലേ ഈ വണ്ടിനെ പറ്റി ഒരു കഥ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ മനുഷ്യന്മാരെ കഥ കേട്ടോളിയും. കഥ കേൾക്കുമ്പോൾ നിങ്ങൾ അവിടെ പിടിച്ച് ഇരുന്നോളൂ. അപ്പോൾ ഈ കഥക്കൊരു പേരിടണം. 2 വട്ടം ഇഞ്ചൻ പണി എടുത്ത ഒരു മജീദ് കാക്കാൻ്റെ ഒരു വിധി, അതാണ് ഇതിൻ്റെ പേര്. അപ്പോൾ 5 മാസം മുന്നേ ഞാനിത് ഇഞ്ചൻ പണിക്ക് ആ കടൻ്റെ പേര് പറയില്ല. കാരണം ആ കടൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കാണും, കുറച്ചേലും ആൾക്കാർ കാണും. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പണി കിട്ടൂല. അപ്പോൾ അവർക്ക് കുടുംബം ഉണ്ടാവും, അവർക്ക് ഭാര്യ ഉണ്ടാവും, കുട്ടികളുണ്ടാവും, അമ്മ ഉണ്ടാവും, അച്ഛൻ ഉണ്ടാവും, അതേമാതിരി ഉമ്മ ഉപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ചിലവിന് കൊടുക്കണമെങ്കിൽ അവർക്ക് പണി വേണം. അതുകൊണ്ട് ആ കടൻ്റെ പേര് ഞാൻ പറയണില്ല. അപ്പോൾ അത് 5 മാസം മുന്നേ ഞാൻ ഇഞ്ചൻ പണിക്ക് കൊണ്ടുപോയി. ഇഞ്ചൻ പണി എടുത്തുകൊണ്ട് എനിക്ക് 4ാമത്തെ ദിവസം എനിക്ക് വണ്ടി എൻ്റെ കയ്യിൽ കിട്ടി. അങ്ങനെ വണ്ടി ഞാൻ കൊടുന്നു. 4 ദിവസം വണ്ടി ഞാൻ ഓട്ടി. 4 ദിവസം വണ്ടി ഓട്ടിക്കഴിഞ്ഞിട്ട് ഈ വണ്ടിൻ്റെ ഹെഡിൻ്റെ അതിൽ ഓയിൽ ലീക്ക് ഉണ്ടായി. അപ്പോൾ അവർക്ക് ഞാൻ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, മജീദാക്ക വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരും പറഞ്ഞു. അപ്പോൾ വണ്ടി കൊണ്ടേ കൊടുത്തു. അപ്പോൾ അവർ ഹെഡ് കഴിച്ചുകാണ്ട് അവർ ഹെഡ് പിന്നെ മുറുക്കിക്കാണ്ട് എനിക്ക് തന്നു. പിന്നെ ഞാൻ ആ വണ്ടി വീണ്ടും തന്നെ ഞാൻ വീട്ടിലേക്ക് കൊടുന്ന് ഞാൻ വണ്ടിമ്മ ഇങ്ങനെ ഒരു 4-5 ദിവസം വണ്ടിമ്മ ഞാൻ പോയി. വണ്ടിമ്മ 4-5 ദിവസം പോയിങ്ങാണ്ട് 5ാമത്തെ ദിവസം ഹെഡിൻ്റെ അവിടെ പിന്നെ തന്നെ ഓയിൽ ലീക്ക് ഉണ്ടായി. അങ്ങനെ ഞാൻ പിന്നെ അവർക്ക് ഞാൻ വിളിച്ച് പറഞ്ഞില്ല. കാരണം എൻ്റെ മനസ്സിൻ്റെ ഒരു ഗതിയാണ്. കാരണം അവരുടെ അടുത്ത് വന്ന പാൾട്ടാണ്. പക്ഷേ എങ്ങനെയാണ് ഇനി ഓൽക്ക് ഞാൻ വിളിച്ച് പറയാമെന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ ഓൽക്ക് വിളിച്ച് പറയാതെ ഞാൻ പിന്നെ അത് വേറെ വർക്ക്ഷോപ്പിൽ നിന്ന് ഓയിൽ ഇങ്ങനെ മാറ്റും, പുതിയ ഓയിൽ ഇങ്ങനെ മാറ്റും മാസം. അങ്ങനെ വെച്ചാൽ അങ്ങനെ പോയിങ്ങാണ്ട് ഏകദേശം 5ാമത്തെ മാസം ഞാൻ പണിക്ക് പിന്നെ പോകാൻ വേണ്ടി രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ കിക്കർ താവണില്ല. അപ്പോൾ കിക്കർ താവണില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? അതിൽ വീണ്ടും അവർക്ക് ഞാൻ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, മജീദാക്ക എന്ന വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരും പറഞ്ഞു. അതിൽ ഞാനൊരു ഗുഡ്സുകാരൻ വിളിച്ചുകൊണ്ട് ആ ഗുഡ്സിൽ വണ്ടി കയറ്റിങ്ങാണ്ട് ഞാൻ വണ്ടി അങ്ങോട്ട് കൊണ്ടേ കൊടുത്തു. എന്നിട്ട് അവർ ഈ ഇഞ്ചൻ്റെ 2 ഭാഗം കഴിച്ചങ്ങാണ്ട് പറഞ്ഞു. അവർ സിമ്പിളായി ഇങ്ങോട്ട് പറഞ്ഞു, ഇതിൻ്റെ ഇഞ്ചൻ്റെ ഉള്ളത്തെ നെട്ട് ലൂസായി ചാടിയേക്കാണ്. എന്നിട്ട് ആ നെട്ട് ഇഞ്ചൻ്റെ ഉള്ളിൽ കൂടി കറങ്ങിയാണ്ട് അത് പീസായി നിന്നിട്ട് ഇഞ്ചൻ്റെ വയറിങ്ങിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ പൊയ്ക്കുകയാണ്. അപ്പോൾ അത് വീണ്ടും 2ാമതും ഇഞ്ചൻ പണി എടുക്കണം പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, 2ാമത് ഇഞ്ചൻ പണി എടുക്കുമ്പോൾ അപ്പോൾ എന്താ ചെയ്യുക, പൈസക്ക് എന്താ ചെയ്യുക ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പൈസ നിങ്ങൾ തരേണ്ടി വരും പറഞ്ഞു. അപ്പോൾ വേറെയുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ ഓലോട് ചൂടാകും, അവിടെ ഒരു സീൻ ഉണ്ടാകും. ഞാൻ അതിന് നിന്നില്ല. കാരണം ഞാൻ അങ്ങനെ സീൻ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഒരു പേര് ദോഷം ഉണ്ടാകുക, ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ. അതിൽ ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിൻ്റെ ഒരു ഇതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ ഇൻട്രസ്റ്റിലത്തെ പൈസ ഞാൻ കൊടുക്കുക, പണിക്കൂലി നിങ്ങൾ പിന്നെ വെച്ചാൽ കൂലി മേടിച്ചാതെ പണിയെടുത്ത് തരുമോ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിവിടെ 3 പണിക്കാരുണ്ട്, ഞങ്ങൾക്ക് കൂലി വേണ്ടി വെച്ചു, കൂലി വേണം പറഞ്ഞു. അതിൽ ഞാൻ പിന്നെ ഒന്നും മുണ്ടാതെ, അത് വേറെ ചൂടന്മാരാണെന്ന് വെച്ചാൽ അവരോട് കച്ചറ ഓടിക്കും. ഞാൻ പിന്നെ ഒന്നും മുണ്ടാതെ ഇഞ്ചെ വിധിന്ന് കരുതിയാണ്ട് ഞാൻ വണ്ടി കൊടുന്നു. വണ്ടി ഞാൻ കൊടുന്നിട്ട് പിന്നെ വണ്ടി ഞാൻ എൻ്റെ വീട്ടിലൊരു 4-5 ദിവസം വണ്ടി ഞാൻ വെറുതെ അവിടെ വണ്ടി വീട്ടിൽ ഞാനിട്ടു. പിന്നെ ഞാൻ നടന്നും ഓട്ടോറിക്ഷക്കും പിന്നെ പണിക്ക് അങ്ങനെ പോയി. പിന്നെ എന്നോട് ഒരാൾ നാട്ടിൽ നിന്ന് പറഞ്ഞു, ഇവിടെ ഞാൻ ആ വർക്ക്ഷോപ്പിൻ്റെ പേര് അറിയില്ല, ഇന്ന വർക്ക്ഷോപ്പിൽ ഇഞ്ചൻ പണി എടുക്കണ ഒരാളുണ്ട്, അവിടെ കൊണ്ടേ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2ാം പ്രാവശ്യം ഞാൻ പൈസ അവിടുന്ന് തീരുമാനം ചെയ്ത് കണ്ട് ഞാൻ വണ്ടി കൊണ്ടേ കൊടുത്തു. വെച്ചാൽ വണ്ടി ഇഞ്ചൻ കഴിച്ചു. അപ്പോൾ പിസ്റ്റന് പിന്നെ ചെറിയ കേടുപാടുണ്ടെങ്കിലും എന്നാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അതിൻ്റെ ഇഞ്ചിൻ്റെ ഈ നെട്ട് എന്നുവെച്ചാൽ ആ നെട്ട് ഏതാറോ ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം. ടൈം ചെയിനിൻ്റെ നെട്ടുണ്ടാകുമല്ലോ, ആ നെട്ട് കൊഞ്ഞ് ചാടിയിട്ടാണ് ഇഞ്ചിൻ്റെ വയറിങ്ങിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പൊയ്ക്കുകയാണ്. എന്നുവെച്ചാൽ വേറെ വർക്ക്ഷോപ്പിൽ കൊണ്ടേ കൊടുത്തിട്ട് ആ ഓല് കഴിച്ച് നോക്കിയപ്പോൾ അതിൽ അങ്ങനെ അവിടെ എനിക്ക് പിന്നെ 4850 ഉറുപ്പ്യാണ് അവിടെ പണിക്കൂലി വന്നത്. അതിൽ അവർ 4500 ഉറുപ്പ്യ എൻ്റെ അടുത്ത് മേടിച്ചു. ഇപ്പോൾ 2ാമത് ഇഞ്ചൻ പണി എടുത്ത അവിടുന്ന്. പിന്നെ
5 മാസം മുന്നേ ഇഞ്ചൻ പണി എടുത്ത അവിടെ നിന്ന് ഇഞ്ചക്കുന്ന 7,000 റുപ്യ മേടിച്ചത്, 7,000 റുപ്യ. അതിൽ പിന്നെ ഈ രണ്ടാമത് ഇഞ്ചൻ പണി എടുത്തുകൊണ്ട് വണ്ടി ഞാൻ വീട്ടിൽ കൊടുന്നുകാണ്ട് ഞാൻ 4-5 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് കിളിക്കുന്നിന്ന് വണ്ടി എടുത്തുകാണ്ട് ഞാൻ വീട്ടിൽ പോന്നപ്പോൾ ആ വണ്ടി കടകടാറാണ് വണ്ടിയുടെ ഓഫായി. പിന്നെ സെൽഫ് അടിക്കുമ്പോൾ തന്നെ കടകടാറാണ്. പിന്നെ തന്നെ വണ്ടി ഇങ്ങനെ ആയിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചു. അങ്ങനെ വിളിച്ച് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു എന്നാൽ ഞാൻ ഒരാളെ പറഞ്ഞയക്കാറുണ്ട്. പിന്നെ അങ്ങനെ കഥ ഇതുവരെ നിൽക്കുകയാണ്. ഇനി ഞാൻ അപ്പോൾ മക്കളെ ഇതാണ് കഥ. നിങ്ങൾ പറയും ഞാൻ എന്ത് ചെയ്യും? കാരണം 5 മാസം കൊണ്ട് 2 ഇഞ്ചൻ പണി. ആദ്യത്തെ ഇഞ്ചൻ പണിക്ക് 7,000 റുപ്യ. ഇപ്പോൾ ഈ 5 മാസം കഴിഞ്ഞിട്ട് എടുത്ത ഇഞ്ചൻ പണിക്ക് 4,500, 4,850 പറഞ്ഞിരുന്നു. അപ്പോൾ അവർ 4,500 മേടിച്ചത്. കാരണം രണ്ടാം വട്ടം എടുത്തപ്പോൾ എൻ്റെ പ്രയാസം കണ്ടുകൊണ്ടാക്കാരം പോലും 4,500 മേടിച്ചേക്കുക, 350 റുപ്യ കമ്മിയാക്കിയിട്ട്. നിങ്ങൾ പറയും എന്ത് ചെയ്യും? ഇനിയിപ്പോൾ അവർ പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയിക്കണ്, രണ്ടാമത് ഇഞ്ചൻ പണി എടുത്ത് അവിടേക്ക് വണ്ടി കൊണ്ടുപോയിക്കണ്. ഇനി അവർ എന്താണ് പറയാമെന്ന് പടച്ചോനും മാത്രമുള്ള അറിയാം. കാരണം ഇപ്പോൾ എനിക്ക് വീടിൻ്റെ തേപ്പിൻ്റെ പണിയാണല്ലോ, കൂലിപ്പണി ചിലപ്പോഴുണ്ടാകുക. അതുകൊണ്ടാണ് ചെറിയ റേറ്റിന് ഈ കരാർ എടുത്തിട്ട് ചില പണിമ കൂലി വെക്കും, ചില പണിമ കൂലി വെക്കൂല. ഇഞ്ചൊപ്പല്ല പണിക്കാരെ പൈസ ഒക്കെ ഞാൻ കൊടുക്കും, ഓലെ ഞാൻ കൊടുക്കാതെ കൂല. പക്ഷേ ലാസ്റ്റ് ചില പണിമ കൂലി ഒത്തിട്ടില്ലെങ്കിൽ ഒക്കാതെ വെക്കുമ്പോൾ ആ പാടെ സ്വീപ്പാകാണ്. അതിൻ്റെ അടിയിൽ കൂടിയാണ് ഈ 2 ഇഞ്ചൻ പണി വന്നത്. നിങ്ങൾ പറയും എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാണ് മട്ടിൽ പറഞ്ഞ മാതിരി.